പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് എന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി ആലോചനകൾ പറഞ്ഞ് നമ്മളെ നയിക്കുന്ന നമ്മുടെ കർത്താവാണ് നമ്മുടെ ദൈവം. ശുശ്രൂഷകനായ പത്രോസ് അപ്പസ്തോലന്മാരിൽ പ്രമുഖനായിരുന്നു. ദൈവവേല ചെയ്തും അടുത്ത് തിരിച്ചു വരുമ്പോഴാണ് 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം അപ്പസ്തോല പ്രവൃത്തിയിൽ, പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്കും അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടിയിലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട പാത്രം വരുന്നത് അവൻ കണ്ടു. ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്ന അവന് നല്ല വിശപ്പുള്ള സമയം. കൂടെയുള്ളവരെല്ലാം ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിശന്ന സമയത്തും ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് കാണണേ. വിശപ്പിനേക്കാൾ വലുത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്കുണ്ട്. എപ്പോഴും പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പുത്രനായ യേശുവാ പറയുന്നത്. ഇതുപോലെ യേശു പറഞ്ഞ വാക്ക് കേട്ട് യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന പത്രോസ് വിശക്കുന്ന സമയത്ത് വെൺമാടത്തിൽ കയറി കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോഴാണ് വലിയൊരു ആത്മവിവശത ഉണ്ടാകുന്നത്. ഒരു ദൈവ സാന്നിധ്യം, ഒരു വലിയ ദൈവപ്രവൃത്തി. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലെ വലിയൊരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതും ദൈവത്തിന്റെ വലിയ ദർശനങ്ങളും ദൈവത്തിന്റെ വലിയ അരുളിപ്പാടുകളൊക്കെ നമുക്കൊക്കെ കേൾക്കാൻ, കാണാൻ, അനുഭവിക്കാനൊക്കെ ഇടയാക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്ന ഒന്നായിരുന്നു പത്രോസിന് കർത്താവ് കൊടുത്ത ദർശനം. ആ ദർശനത്തിൽ സകല ഇഴജാതികളെയും മൃഗങ്ങളെയും നാൽക്കാലികളെല്ലാം ഉണ്ടായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, ഇതിനെ കൊന്നു ഭക്ഷിക്കാൻ. പത്രോസ് കർത്താവിന് വേണ്ടി തന്റെ ജീവിതത്തെ ഉരിഞ്ഞു വെച്ചതുകൊണ്ട് പാപത്തിന്റെ ഒരു മാലിന്യം പോലും ജീവിതത്തിൽ സ്വീകരിക്കാത്ത വിധം അഭിഷേകത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് കർത്താവിനോട് പറയുക, കർത്താവെ, അശുദ്ധമായതോ മലിനമായതോ ഒന്നും ഞാൻ തൊടിയല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത്. പ്രിയമുള്ളവർ, ഈ കൊടുത്ത ദർശനം ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷത്തെ എത്തിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു ദർശനമായിരുന്നു. ഈ ദർശനത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആത്മാവിലൂടെ പത്രോസിനോട് പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. നീ ശങ്ക കൂടാതെ അവരുടെ കൂടെ ഇറങ്ങിത്തിരിക്കുക. കണ്ടോ, ദൈവത്തിന്റെ അരുളിപ്പാട് കണ്ടോ, ദൈവത്തിന്റെ ഇടപെടൽ കണ്ടോ, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കണ്ടോ. നിന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ പ്രയാസപ്പെട്ട് നിൽക്കുന്നെങ്കിൽ നമ്മുടെ പ്രയാസത്തിന്റെ നടുവിൽ കർത്താവ് ഇറങ്ങി വരും. ഭാരപ്പെട്ട് നിൽക്കുന്നവന്റെ അടുക്കലേക്ക് ആശ്വാസമായി വരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസിന് കിട്ടിയ ദർശനപ്രകാരമാണ് പത്രോസ് കർത്താവിന്റെ കൂടെ പോകാൻ ഇടവരുന്നത്. ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടല്ല, എന്നോട് സംസാരിക്കുന്ന എൻ്റെ ഒരു കർത്താവുണ്ട്. എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി ദർശനങ്ങളും പ്രവചനങ്ങളും ആത്മീയ സ്വരങ്ങളും വെളിപ്പാടുകളെല്ലാം പകർന്നു തരുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഒന്നിനും ഒരു കുറവ് വരുത്താത്ത കർത്താവിന്റെ സന്നിധിയിൽ നമ്മളൊന്ന് മനസ്സു തുറക്കാമോ? നമ്മളൊന്ന് ഹൃദയം തുറക്കാമോ? യേശുവിന്റെ സന്നിധിയിൽ പത്രോസ് തന്റെ വേല ചെയ്യാൻ മടിയില്ലാതെ കർത്താവ് പറയുന്ന വഴിയിൽ എവിടെയാണോ പോകേണ്ടത് അവിടെ പോകാൻ തയ്യാറാണ്. വിളിക്കപ്പെട്ട നമ്മൾ മടിയില്ലാതെ പോകാൻ വേണ്ടിയുള്ള വിളിയാ ദൈവം തന്നത്. നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കൊടുക്കാം കർത്താവിന്റെ സന്നിധിയിൽ. ഈ അഭിഷേകം അന്ന എന്ന പ്രോഗ്രാം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അതൊരു അനുഗ്രഹമായി ദൈവം മാറ്റട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. ഈ വചന സന്ദേശം ജീവിതത്തിൽ വലിയ വിടുതൽ അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത കർത്താവേ, എന്റെ ജീവിതത്തെ അറിയുന്ന കർത്താവ്, ഇപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. പത്രോസിന്റെ അകത്ത് കടന്നു വന്ന് വലിയൊരു ദൈവപ്രവൃത്തിയെ നടത്തിയെങ്കിൽ
എന്റെയും ഉള്ളിൽ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്, എന്റെ കർത്താവിന്റെ സ്നേഹവും കൃപയും അനുഭവിക്കാൻ തക്കവണ്ണം എന്നെ ബലപ്പെടുത്തണം. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.